ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മോഡുലാർ കിച്ചൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഗ്രീൻ ഡിസൈൻസിൻ്റെ. ഇതിൽ നമുക്ക് മോഡുലാർ കിച്ചൺ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. മോഡുലാർ കിച്ചൺ ചെയ്യുന്ന പലരും പല വിധത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു 3 ടൈപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത് വന്നിട്ട് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ് കിച്ചണ് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും കുറഞ്ഞു വരികയാണ്. കാരണം എന്താ വെച്ചാൽ കിച്ചണിൽ വെള്ളം നനയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും പ്ലൈവുഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പ്ലൈവുഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണം. അത് മറൈൻ പ്ലൈവുഡ് ആണോ, അതിൽ തന്നെ ഗ്രേഡ് വരുന്നുണ്ട്. 303 എന്ന് പറഞ്ഞ ഗ്രേഡ് വരുന്നുണ്ട്. അതുപോലെ 710 എന്ന് പറഞ്ഞ ഗ്രേഡ് വരുന്നുണ്ട്. 710-ൽ BWP, അതായത് ബോയിലിംഗ് വാട്ടർ പ്രൂഫ് എന്നുള്ള ബ്രാൻഡ്, ആ ഒരു ഗ്രേഡ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കുറേയൊക്കെ ഈ വെള്ളം നനയുന്ന പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. പിന്നെ സെക്കൻഡ് വന്നിട്ട് വരുന്ന മെറ്റീരിയലാണ് WPC അല്ലെങ്കിൽ PVC ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. PVC ഷീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിവുഡ് എന്നൊക്കെ പറയും. നോർമലി അതിൽ വരുന്ന ടൈപ്പാണ് മൾട്ടിവുഡ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. PVC ഷീറ്റാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നോക്കേണ്ട ഒരു കാര്യം, അതിനൊരു ഡെൻസിറ്റി ഉണ്ട്, സ്ക്രൂ ഹോൾഡിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയും. നമുക്കൊരു സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര നേരം അത് ഹോൾഡ് ചെയ്യണോ, അപ്പോൾ ഇല്ലെങ്കിൽ ഷട്ടേഴ്സിനൊക്കെ പിന്നെ ഹിഞ്ചസ് ഇളകി പോരാൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ മൾട്ടിവുഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചൊരു റെക്കമെൻഡബിൾ ആണ്. വെള്ളം നനയില്ല, പിന്നെ ചെതല് പിടിക്കില്ല. പക്ഷെ അതിന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഈ ഡെൻസിറ്റി മെയിനായിട്ട് മൾട്ടിവുഡ്, അതിപ്പോൾ കുറേ കമ്പനീസ് ഉണ്ട്, പലതരം ബ്രാൻഡുകളുണ്ട്. അപ്പോൾ മെയിനായിട്ട് നല്ല ഡെൻസിറ്റി ഉള്ള മൾട്ടിവുഡ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ മൂന്നാമത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാർഗ്ഗം, നമ്മൾ നോർമലി ഫെറോ സിമെന്റ് സ്ലാബ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കിച്ചൺ ചെയ്യാം. ഫെറോ സിമെന്റ് സ്ലാബ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കോസ്റ്റ് വളരെ ഏറ്റവും നല്ല രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നല്ല അലുമിനിയത്തിൻ്റെ ഷട്ടേഴ്സ് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കിച്ചൺ ചെയ്യാൻ പറ്റും. പിന്നെ ഫെറോ സിമെന്റ് സ്ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫെറോ സിമെന്റ് സ്ലാബ് നോർമലി ചെയ്യുമ്പോൾ എല്ലാവരും ഏരിയ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇടാണ് ചെയ്യാറ്. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാതെ ആക്സസറീസിന് ഒരു കറക്റ്റ് മെഷർമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്സസറി ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 17 ഇഞ്ച്, 19 ഇഞ്ച്, 21 ഇഞ്ച്, ഇങ്ങനെയാണ് അതിൻ്റെ ആക്സസറീസിൻ്റെ വീതി പോവുക. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആക്സസറി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും, കാരണം കറക്റ്റ് സൈസായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചൊരു ഡീപ്പായിട്ടുള്ള അടുത്ത മോഡുലാർ കിച്ചൻ്റെ ഒരു അടുത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു, ബൈ.